ടെക് വ്യൂ ലെസൺസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കൺസ്ട്രക്റ്റേഴ്സ് ആണ്. എന്താണ് കൺസ്ട്രക്റ്റേഴ്സ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് കൺസ്ട്രക്റ്റേഴ്സ് C++നകത്തുണ്ട്, എങ്ങനെയാണ് അത് പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുക, ഇത്രയും കൺസെപ്റ്റ്സ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺസ്ട്രക്റ്റേഴ്സിനൊരു ഡെഫിനിഷൻ. Constructor is a special method that is automatically called when an object of a class is created. ഒരു ക്ലാസ് നമ്മൾ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ആ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യുന്നൊരു മെത്തേഡാണ് കൺസ്ട്രക്റ്റേഴ്സ് എന്ന് പറയുക. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എ സ്പെഷ്യൽ മെത്തേഡ് റിട്ടേൺ ഇൻസൈഡ് ക്ലാസ്. ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ എഴുതുന്ന ഒരു മെത്തേഡാണ് കൺസ്ട്രക്റ്റർ. പക്ഷേ കൺസ്ട്രക്റ്റർ സാധാരണ മെത്തേഡ് പോലെയല്ല. കൺസ്ട്രക്റ്റർ നെയിം ചെയ്യുന്നത്, കൺസ്ട്രക്റ്ററിന് പേര് കൊടുക്കുന്നത് ക്ലാസിൻ്റെ അതേ നെയിം തന്നെയാണ്. ഓക്കെ, ടു ക്രിയേറ്റ് കൺസ്ട്രക്റ്റർ വി യൂസ് ദ സെയിം നെയിം ആസ് ദാറ്റ് ഓഫ് ക്ലാസ്. ക്ലാസ്സിന് നമ്മൾ എന്ത് പേരിട്ടാണോ ക്രിയേറ്റ് ചെയ്തത് അതേ പേര് ആ ക്ലാസ്സിനകത്ത് യൂസ് ചെയ്ത് ഒരു മെത്തേഡ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. ആ മെത്തേഡിനെയാണ് കൺസ്ട്രക്റ്റേഴ്സ് എന്ന് പറയുക. ഇനി കൺസ്ട്രക്റ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഡൻ റൂൾസ് ഉണ്ട്. വെറുതെ നമുക്ക് സാധാരണ മെത്തേഡ് പോലെ കൺസ്ട്രക്റ്റർ എഴുതാൻ പറ്റില്ല. കൺസ്ട്രക്റ്റർ നമ്മൾ ഒരു ക്ലാസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് സഡൻ റൂൾസ് ഫോളോ ചെയ്യണം. ആദ്യത്തെ റൂൾ പറയുന്നത് കൺസ്ട്രക്റ്റർ ഹാസ് സെയിം നെയിം ആസ് ദാറ്റ് ഓഫ് ക്ലാസ്. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്. ക്ലാസ്സിന് എന്ത് നെയിമാണോ കൊടുക്കുന്നത് അതുതന്നെ ആയിരിക്കണം കൺസ്ട്രക്റ്ററിൻ്റെയും നെയിം. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഹാസ് നോ റിട്ടേൺ ടൈപ്പ്. സാധാരണ നമ്മൾ ഫങ്ഷൻസിന് അല്ലെങ്കിൽ മെത്തേഡ്സിന് എഴുതുന്നത് പോലെ ഒരു റിട്ടേൺ ടൈപ്പ് കൺസ്ട്രക്റ്റേഴ്സിന് ഉണ്ടാകില്ല. കൺസ്ട്രക്റ്റേഴ്സിന് ക്ലാസിൻ്റെ നെയിം, കൺസ്ട്രക്റ്റർ നെയിം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് യൂഷ്വലി ഡിക്ലെയർഡ് ആസ് പബ്ലിക്. പബ്ലിക് എന്ന് പറയുന്ന ആക്സസ് സ്പെസിഫയർ ആണ് കൺസ്ട്രക്റ്റേഴ്സിന് യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി കോൾഡ് വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ കൺസ്ട്രക്റ്റർ ഓട്ടോമാറ്റിക്കലി കോളാവും. ഓക്കെ, ഇൻവോക്ക് ആവും. ഇത്രയും അതിൻ്റെ റൂൾസ്. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു പ്രോഗ്രാമിനകത്ത് എങ്ങനെയാണ് കൺസ്ട്രക്റ്റർ എഴുതുന്നത്. ലെറ്റ് us see ഹിയർ. ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്, ക്ലാസ് ഫ്ലവർ. ഇവിടെ ക്ലാസ് എന്ന് പറയുന്നത് കീവേഡ്, ഫ്ലവർ എന്ന് പറയുന്നത് ക്ലാസിൻ്റെ നെയിം. ആ ക്ലാസ്സിനകത്ത് ബ്ലോക്ക് ഓപ്പൺ ചെയ്ത് അതിനകത്ത് പബ്ലിക് എന്ന കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് തൊട്ട് താഴെ ഫ്ലവർ എന്ന് കൊടുത്തിട്ട് 2 പാരന്തസിസ് കൊടുക്കുന്നുണ്ട്. അത് ഒരു മെത്തേഡായിട്ട് എഴുതുന്നുണ്ട്. ബ്ലോക്ക് ഓപ്പൺ ചെയ്ത് അതിനകത്ത് നമ്മൾ സി ഔട്ട്, ഒരു ഹലോ എന്ന് പറയുന്ന ഒരു പ്രിൻറ്റ് ചെയ്യാനുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു സെയിം നെയിം, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം ക്ലാസിൻ്റെ നെയിം ഫ്ലവർ, കൺസ്ട്രക്ടറിൻ്റെ നെയിമും ഫ്ലവർ. ക്ലാസ്സിന് എന്ത് പേര് കൊടുക്കുന്നോ അതേ പേര് വെച്ച് നമ്മൾ ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡ് എഴുതുന്ന കൺസെപ്റ്റാണ് കൺസ്ട്രക്റ്റർ. സോ ഇവിടെ നമ്മളൊരു കൺസ്ട്രക്ടർ ഈ ക്ലാസ്സിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിന് താഴെ മെയിനകത്ത് ഈ ക്ലാസ്സിൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഫ്ലവർ എഫ്. സോ ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് ഇസ് ക്രിയേറ്റഡ് ആൻഡ് കൺസ്ട്രക്ടർ ഈസ് ഓട്ടോമാറ്റിക്കലി ഇൻവോക്ഡ്. അത് നമ്മൾ എപ്പോഴാണോ മെയിനകത്ത് ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ക്ലാസ്സിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ കൺസ്ട്രക്ടർ ഇൻവോക്ക് ആവും. ഇതാണ് കൺസ്ട്രക്റ്റേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. നെക്സ്റ്റ്, അടുത്തത് നമുക്ക് ടൈപ്സ് ഓഫ് കൺസ്ട്രക്റ്റേഴ്സ്. കൺസ്ട്രക്റ്റേഴ്സ് എത്ര തരത്തിലുണ്ട്, എങ്ങനെയാണത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കാണാം കൺസ്ട്രക്റ്റേഴ്സ് 3 types, 3 ടൈപ്പ് ഓഫ് കൺസ്ട്രക്റ്റേഴ്സ് ആണ് C++നകത്ത് യൂസ് ചെയ്യുക. ഫസ്റ്റ് ടൈപ്പ് വരുന്നത് കൺസ്ട്രക്റ്റർ വിത്തൗട്ട് പാരാമീറ്റേഴ്സ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിഫോൾട്ട് കൺസ്ട്രക്റ്റർ. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റർ വിത്ത് പാരാമീറ്റേഴ്സ്. ആൻഡ് തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് കോപ്പി കൺസ്ട്രക്റ്റേഴ്സ്. അപ്പോൾ കൺസ്ട്രക്റ്റേഴ്സ് 3 തരത്തിലുണ്ട്. കൺസ്ട്രക്റ്റർ വിത്തൗട്ട് പാരാമീറ്റേഴ്സ്, കൺസ്ട്രക്റ്റർ വിത്ത് പാരാമീറ്റേഴ്സ് ആൻഡ് കോപ്പി കൺസ്ട്രക്റ്റേഴ്സ്. ഇനി ഇത് ഓരോന്നും എങ്ങനെയാണ് പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കൺസ്ട്രക്റ്റേഴ്സ് വിത്ത് പാരാമീറ്റേഴ്സ്. ഫസ്റ്റ് വൺ വിത്ത് പാരാമീറ്റേഴ്സ് അല്ല, കൺസ്ട്രക്റ്റേഴ്സ് വിതൗട്ട് പാരാമീറ്റേഴ്സ്. ഓക്കെ, അത് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം കൺസ്ട്രക്റ്റേഴ്സ് വിത്ത് പാരാമീറ്റേഴ്സ് നോക്കാം. സോ
കൺസ്ട്രക്ടർ വിത്ത് നോ പാരാമീറ്റേഴ്സ് ഇല്ലാതെ എങ്ങനെയാണ് കൺസ്ട്രക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? നേരത്തെ ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ ഒരു എക്സാമ്പിൾ ഇട്ടിരുന്നു. അത് തന്നെയാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടേഴ്സിൻ്റെ എക്സാമ്പിൾ. മറ്റൊരു എക്സാമ്പിൾ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എ കൺസ്ട്രക്ടർ വിത്ത് നോ പാരാമീറ്റർ ഇസ് നോൺ ആസ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടറിനകത്ത് പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഡിഫോൾട്ട് കൺസ്ട്രക്ടറാണ്. അതിനെ കൺസ്ട്രക്ടർ വിത്ത് നോ പാരാമീറ്റേഴ്സ് എന്ന് പറയും. സോ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ കാണാം. എക്സാമ്പിളിൽ ഒരു ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൻ്റെ നെയിം വാൾ, WALL. അതിനകത്ത് ബ്ലോക്ക് ഓപ്പൺ ചെയ്ത് ക്ലാസ്സിൻ്റെ പ്രൈവറ്റ് മെമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്രൈവറ്റ് ആക്സസ് സ്പെസിഫയറിനകത്ത് 2 വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ട് ലെങ്ത്, ഫ്ലോട്ട് ഹൈറ്റ്. അതിനുശേഷം കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. വാൾ കൺസ്ട്രക്ടർ എഴുതി, ക്ലാസ്സിൻ്റെ അതേ പേരെഴുതി, പാരന്തസിസ്, അതിനകത്ത് എംപ്റ്റി പാരന്തസിസ് ആണ്, അതിനകത്ത് പാരാമീറ്റേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ആ കൺസ്ട്രക്ടറിനകത്ത് ലെങ്ത്തിന് വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ലെങ്ത് ഇസ് ഈക്വൽ ടു 10.5, ഹൈറ്റ് ഇസ് ഈക്വൽ ടു 9.2. എന്നിട്ട് അവിടെ ക്ലാസ് ക്ലോസ് ചെയ്യുക. മെയിനകത്ത് ക്ലാസ്സിനൊരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, W. ഇത്രയേ ഉള്ളൂ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ. ഇപ്പോൾ W എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കൺസ്ട്രക്ടർ അവിടെ ഇൻവോക്ക് ആവും. ലെങ്ത്തും ഹൈറ്റും എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിലേക്ക് വാല്യൂസ് അവിടെ ഓട്ടോമാറ്റിക്കലി ഇനിഷ്യലൈസ് ആവും. 10.5ഉം 9.2ഉം ആ വേരിയബിൾസിലേക്ക്, ആട്രിബ്യൂട്ട്സിലേക്ക് ഇനിഷ്യലൈസ് സ്റ്റോർ ആയിക്കോളും. ഓക്കെ, സോ ഇങ്ങനെ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് കൺസ്ട്രക്ടേഴ്സ് വിത്ത് നോ പാരാമീറ്റേഴ്സ്. നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പ് വരുന്നത് കൺസ്ട്രക്ടേഴ്സ് വിത്ത് പാരാമീറ്റേഴ്സ്. കൺസ്ട്രക്ടേഴ്സ് ക്യാൻ ടേക്ക് പാരാമീറ്റേഴ്സ്. കൺസ്ട്രക്ടറിനകത്ത് നമുക്ക് വാല്യൂസ് പാസ് ചെയ്യാം. എ കൺസ്ട്രക്ടർ വിത്ത് പാരാമീറ്റേഴ്സ് ഓൾസോ നോൺ ആസ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടേഴ്സ്. ഓക്കെ, സോ സെയിം എക്സാമ്പിൾ എന്ത് ഡിഫറൻസ് ആണ് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുമ്പോൾ എഴുതുക എന്ന് നോക്കാം. ക്ലാസ് വാൾ, അതിനകത്ത് നേരത്തെ എഴുതിയതുപോലെ തന്നെ ലെങ്ത് ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്ന 2 ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. പബ്ലിക് എന്ന് പറയുന്ന കീവേഡിനകത്ത് കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇവിടെ വാൾ കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ പാരന്തസിനകത്ത് 2 വേരിയബിൾസ് പാസ് ചെയ്യുന്നുണ്ട്, 2 വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു കൺസ്ട്രക്ടറിനകത്ത് വാല്യൂസ് പാസ് L ആൻഡ് H നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ Lഉം Hഉം എന്ന് പറയുന്നത് കൺസ്ട്രക്ടറിലേക്ക് പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സാണ്. ഇങ്ങനെ കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എഴുതുന്നതിനെയാണ് കൺസ്ട്രക്ടേഴ്സ് വിത്ത് പാരാമീറ്റേഴ്സ് എന്ന് പറയുക. മെയിനകത്ത് നമ്മൾ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വാൾ W ബ്രാക്കറ്റിനകത്ത് 11.2, 10.5 2 വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ പാസ് ചെയ്യുന്ന വാല്യൂ Lലും Hലും അവിടെ ഓട്ടോമാറ്റിക്കലി സ്റ്റോർ ആവും. അങ്ങനെ ക്ലാസിൻ്റെ ആട്രിബ്യൂട്ട് ലെങ്ത് ഇസ് ഈക്വൽ ടു L, ഹൈറ്റ് ഇസ് ഈക്വൽ ടു H എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി ആ വാല്യൂസ് ഇനിഷ്യലൈസ് ആവും. ക്ലാസ് ഓബ്ജക്റ്റ് വഴി പാസ് ചെയ്യുന്ന വാല്യൂസ് അവിടെ ഇനിഷ്യലൈസ് ആവും. സോ ഇങ്ങനെ എഴുതുന്ന കൺസെപ്റ്റ് കൺസ്ട്രക്ടേഴ്സ് വിത്ത് പാരാമീറ്റേഴ്സ്. അടുത്തതായി തേർഡ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടർ, ദാറ്റ് ഈസ് കോപ്പി കൺസ്ട്രക്ടർ. This type of constructor is used to copy data of one object to another. ഒരു ഒബ്ജക്റ്റിൻ്റെ വാല്യൂ മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് കോപ്പി ചെയ്യുന്ന ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടറിനെയാണ് കോപ്പി കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുക. ഒരു എക്സാമ്പിൾ നോക്കാം. സെയിം എക്സാമ്പിളിൽ എന്ത് ഡിഫറൻസ് ആണെന്ന് നോക്കുക. ക്ലാസ് വാൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ 2 മെമ്പേഴ്സ്, ഇവിടെ 2 കൺസ്ട്രക്ടർ. ഒരു ക്ലാസ്സിന് എത്ര ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടേഴ്സ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പബ്ലിക്കിനകത്ത് വാൾ ആദ്യം ഫ്ലോട്ട് L, ഫ്ലോട്ട് H 2 പാരാമീറ്റേഴ്സ് അവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഇത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. രണ്ടാമത്തെ കൺസ്ട്രക്ടർ വാൾ അതിനകത്ത് പാരാമീറ്ററായിട്ട് ക്ലാസിൻ്റെ ഒരു ഓബ്ജക്റ്റ് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി മെയിനകത്ത് 2 ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, W1 ആൻഡ് W2. W1ലേക്ക് 2 വാല്യൂ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്, 11.5, 10.2. ഇത് ആദ്യത്തെ ഓബ്ജക്റ്റ്. രണ്ടാമത്തെ ഓബ്ജക്റ്റ് W2 ഇസ് ഈക്വൽ ടു W1 എന്ന് പറഞ്ഞാൽ ഈ W2 എന്ന് പറയുന്ന ഓബ്ജക്റ്റിലേക്ക് W1 എന്ന് പറയുന്ന ഓബ്ജക്റ്റിൻ്റെ വാല്യൂ ആണ് ഇവിടെ കോപ്പി ആവുന്നത്. ഓക്കെ, അങ്ങനെ കോപ്പി ചെയ്യുന്ന കൺസെപ്റ്റിനെയാണ് കോപ്പി കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയാം. ഇറ്റ് കോപ്പീസ് ദ വാല്യൂ ഓഫ് വൺ ഓബ്ജക്റ്റ് ടു അനദർ. സോ ഇതാണ് കോപ്പി കൺസ്ട്രക്ടറിൻ്റെ ഒരു കൺസെപ്റ്റ്. സോ ഇത്രയും
ഇത്രയാണ് കൺസ്ട്രക്റ്റേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. C++നകത്ത് യൂസ് ചെയ്യുന്ന കൺസ്ട്രക്റ്റേഴ്സും അത് പ്രോഗ്രാമിനകത്ത് എങ്ങനെ യൂസ് ചെയ്യണം, അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്റ്റേഴ്സ്, 3 രീതിയിൽ കൺസ്ട്രക്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോന്നിൻ്റെയും എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കൺസ്ട്രക്റ്റേഴ്സിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ടെക്വ്യൂ ലെസൺസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് ക്ലാസ്സുകളുമായി ഇനിയും വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.